അപ്പോളേ ഇനി നമുക്ക് വീട് കാണട്ടോ. അതാണ് ഇപ്പോൾ നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് എന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല കിഡിലൻ മോഡലിൽ നല്ലൊരു ഡിസൈനിൽ ഉണ്ടാക്കിയിട്ട് നല്ല സൂപ്പർ വീടാട്ടോ. വീട് വന്ന് കണ്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതാണ് ഇപ്പോൾ നമ്മളെ വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നുണ്ട്. ഫുള്ള് ഓപ്പൺ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിലോട്ടൊക്കെ വരുമ്പോഴാണെങ്കിലും നോക്കി ഞങ്ങൾ നല്ല കളർ ടൈലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള. അതുപോലെ തന്നെ നമുക്ക് ഫുള്ള് ചാരുപടിയിലുണ്ട്. രണ്ട് സൈഡിലും ചാരുപടിയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. നല്ലൊരു സ്റ്റൈലിലാണ് നമ്മളൊരു വീടിൻ്റെ വർക്ക് ഫുള്ള് കഴിപ്പിച്ചിട്ടുള്ള കേട്ടോ. പിന്നെ നമുക്കൊന്ന് പുറത്തോട്ട് നോക്കി കഴിഞ്ഞാലാണെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ ഫുള്ള് കാണുകയും ചെയ്യാം. നല്ല എന്താ പറയുക, നല്ല സ്റ്റൈലാണ് നമ്മളെ വീടിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഫുള്ള് ലൈറ്റും സിസ്റ്റവും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ വണ്ടികളൊക്കെ നേരെ പോർച്ചിലോട്ട് തന്നെ കൊണ്ടുപോയി നിർത്താനുള്ള വലിയ പോർച്ചും കാര്യങ്ങളല്ലാണ്ട് വണ്ടി അവിടെ നിർത്തി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് നേരെ ഇതിൽ ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് കയറി വരികയും ചെയ്യാം. പിന്നെ മിറ്റത്താണെങ്കിലൊക്കെ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട്. മിറ്റൊക്കെ ആണെങ്കിലും ഫുള്ള് ഇൻ്റർലോക്കെല്ലാം ചെയ്ത് വണ്ടികളൊക്കെ നേരെ നമുക്ക് മിറ്റത്തോട്ട് തന്നെ വരാനുള്ള വഴി സൗകര്യം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് നോക്കട്ടോ. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഡോറാണ് ഈ കാണുന്നത്. ഡബിൾ ഡോറാണ്. ഫുള്ള് മരത്തിൽ തന്നെയാണ് ഇതിൻ്റെ എല്ലാ വർക്കും കഴിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ജനൽ വാതിൽ കട്ടിൽ എല്ലാ സാധനങ്ങളും ഫുള്ള് മരത്തിൽ തന്നെയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അകത്തോട്ടും കൂടി ഒന്ന് പോയിട്ട് നോക്കാം. അപ്പോൾ ഇങ്ങോട്ട് വന്ന് നോക്കിയാണ് നിങ്ങൾ. ഇതാണ് നമ്മളെ വീടിൻ്റെ ഹാൾ കേട്ടോ. ഹാളിലോട്ടൊക്കെ വരുമ്പോൾ നല്ല സ്റ്റൈലാണ് കാണാൻ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ കാണുന്ന രൂപക്കൂടാണ്. ഒരു നോക്കി രൂപക്കൂടിൻ്റെ ഈ ഒരു സൈഡിൽ ഈ ഒരു ഭാഗത്തെല്ലാം ഫുള്ള് എന്താ പറയുക, ഫുള്ള് വുഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഫുള്ള് ഡ്രോയിങ് കാര്യങ്ങളെല്ലാം ആക്കിയിട്ട് നല്ല ഭംഗിയിലാണ് ഇതിൻ്റെ എല്ലാ വർക്കും ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിലും മൊത്തത്തിൽ ഫുള്ള് ലൈറ്റും കാര്യങ്ങളെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഹാളിലൊക്കെ നല്ല സൗകര്യമുള്ള ഹാളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ലൊരു മോഡലാണ് വീടിൻ്റെ എല്ലാ വർക്കും കഴിച്ചിട്ടുള്ളത്. പിന്നെ ഒരു വുഡ് ആൻഡ് കളറുള്ള നല്ല ഭംഗിയുള്ള ടൈലാണ് മൊത്തത്തിലാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഫ്രണ്ടിലോട്ടുള്ള വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് 3 കള്ളി ജനലെല്ലാം വരുന്നുണ്ട്. എനിക്ക് നല്ല ഭംഗിയുള്ള വീട് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലോട്ട് വേണമെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് പോർച്ചിൻ്റെ ആ ഒരു ഭാഗത്തോട്ടൊരു സിംഗിൾ ജനലും വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു വീടിന് മൊത്തം 3 ബെഡ്റൂമാണ് വരുന്നത്. ഇനി റൂമുകളൊക്കെ ഓരോന്നായിട്ട് കാണാം നമുക്ക് കേട്ടോ. അപ്പോൾ ആദ്യത്തെ റൂം വരുന്നത് നമുക്ക് ഹാളിൽ നിന്ന് ഈ ഒരു സൈഡിലോട്ടാണ് ഫസ്റ്റ് റൂം വരുന്നത്. അപ്പോൾ ഈ റൂമും കൂടി ഒന്ന് കാണാം. ഡോറൊക്കെ ഫുള്ള് മരത്തിൻ്റെ തന്നെയാണ് കേട്ടോ. ഫുള്ള് മരം തന്നെയാണ് ഡോറൊക്കെ വരുന്നത്. ഇനി വരെ നമുക്ക് റൂം കാണാം. അപ്പോൾ റൂമിലോട്ട് വരുമ്പോൾ നല്ല സ്ഥല സൗകര്യമുള്ള വലിയ റൂം തന്നെയാണ്. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് 2 സൈഡിലും റൂമിൻ്റെ ഈ സൈഡിലും അതുപോലെ ഈ സൈഡിലും 3 കള്ളി ജനലെല്ലാം വരുന്നുണ്ട്. റൂമിലോട്ട് നന്നായിട്ട് വെളിച്ചം കിടക്കുന്ന രീതിയിലാണ് ജനലും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ റൂഫൊക്കെ കണ്ടില്ലെങ്കിൽ ഫുള്ള് നല്ല എന്താ പറയുക, ഫുള്ള് നല്ല വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ലൈറ്റെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. സീലിംഗ് എല്ലാം ചെയ്ത് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ റൂമിൻ്റെ ടൈല് വേറെ കളറിലുള്ളൊരു നല്ല ഭംഗിയുള്ള ടൈൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ അറ്റാച്ച്ഡ് ബാത്റൂമും കൂടിയും വരുന്നുണ്ട്. ഇതാണ് നമ്മളെ ഈ റൂമിൻ്റെ ബാത്റൂം വരുന്നത് കേട്ടോ. ബാത്റൂം ആണെങ്കിലും നല്ല കളറുള്ള ടൈലും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല എന്താ പറയുക, നല്ല കമ്പനി മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ്, ക്വാളിറ്റി മെറ്റീരിയലൊക്കെയാണ് ബാത്റൂമിൻ്റെ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇനി അടുത്ത റൂമുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഭാഗത്തോട്ടാണുള്ളത്. ഇനി അതൊക്കെ ഒന്ന് കാണാം. നമുക്ക് വീട് വന്ന് കണ്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എടുക്കാതെ പോകില്ല. അങ്ങനത്തെ ഒരു മുതൽ വീടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു പാർട്ടീഷൻ വാളെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റൈലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇപ്പോൾ നിലവിലിപ്പോൾ ഒരു ഡൈനിങ് ഏരിയ ആയിട്ടാണ് സെറ്റ് ആക്കിയിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം ഉണ്ട്. ഈ ഒരു ഭിത്തിൻ്റെ ഈ സൈഡെല്ലാം ഫുള്ള് വുഡിലാണ് ഫുള്ള് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെയാണ് TV യൂണിറ്റ് എല്ലാം ഈ ഒരു ഭാഗത്താണ് സെറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്ത് എല്ലാവർക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള ആ ഒരു സൗകര്യത്തിന് ഇവിടെയാണ് ഡൈനിങ് ടേബിളെല്ലാം ഈ ഒരു ഭാഗത്താണ് സെറ്റ് ആക്കിയിട്ടുള്ളത്. പിന്നെ ആ ഒരു ഭാഗത്താണ് കിച്ചൺ വരുന്നത്. ആ ഒരു റൂം ആ ഭാഗത്താണ്. അതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അതിന് മുന്നേ നമുക്കിപ്പോൾ ഈ ഒരു ഭാഗത്ത് TV ഒക്കെ കണ്ടിരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം നമുക്ക് ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ മുകളിലോട്ട് നോക്കിയാൽ ഫുള്ള് സീലിംഗ് വർക്കെല്ലാം നല്ല സ്റ്റൈലായിട്ടാണ് ചെയ്തത്. മൊത്തം ലൈറ്റെല്ലാം പിടിപ്പിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗ്ലാസിൻ്റെ ഡോറും കാര്യങ്ങളെല്ലാം ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് പുറത്തോട്ടുള്ള ഒരു കാറ്റും വെളിച്ചെല്ലാം കിട്ടുകയും ചെയ്യും. ഇവിടെയൊക്കെ ഫുള്ള് നല്ല എന്താ പറയുക, ഒരു പാർട്ടീഷൻ വാൾ പോലെ ഇവിടെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത റൂം കാണാം. ഇനി നമ്മൾ രണ്ടാമത്തെ റൂം വരുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തോട്ടാണ് രണ്ടാമത്തെ റൂം വരുന്നത്. ഇനി അതൊന്ന് കാണാം. നമുക്ക് ഇങ്ങോട്ട് വാ. അപ്പോൾ ഒന്ന് നോക്കി, റൂം നല്ല സൗകര്യമുള്ള റൂമാട്ടോ. ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ച കിട്ടുന്നതിന് വേണ്ടി ഒരു 3 കള്ളി ജനലെല്ലാം വലിയ ജനലെല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് മൊത്തത്തിൽ റൂഫൊക്കെ ഫുള്ള് നീറ്റാണ്. എവിടെയും ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മളെ രണ്ടാമത്തെ റൂം. റൂമിൻ്റെ 2ൻ്റെ ഒരേ കളർ ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇതാണ് ഈ റൂമിൻ്റെ ബാത്റൂം വരുന്നത്. ബാത്റൂമിൻ്റെ ഒക്കെ ടൈലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല കളറുള്ള ടൈലൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല ക്വാളിറ്റി മെറ്റീരിയൽസൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ റൂം. ഇനി അടുത്ത നമ്മളെ മൂന്നാമത്തെ റൂം കാണാം. നമുക്ക് മൂന്നാമത്തെ റൂം നമുക്ക് വരുന്നത് ഈ ഒരു ഭാഗത്തോട്ടാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെയാണുള്ളത്. ഈ റൂമാണെങ്കിൽ നമുക്ക് നല്ല സൗകര്യമുള്ള വലിയ റൂം തന്നെയാണ്. ഈ റൂമിന് വലിയ ഷെൽഫും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വലിയ ഷെൽഫെല്ലാം ആക്കിയിട്ടുണ്ട്.
അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ള റൂമിന് കേട്ടോ. ഒരേ കളർ ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, നേരത്തെ കണ്ട അതേ കളർ ടൈൽ തന്നെയാണ്. പിന്നെ ഡോറൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഫുള്ള് മരത്തിൻ്റെ കേട്ടോ, നല്ല സിമ്പിൾ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള വർക്കൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത നമുക്ക് ഇനി ഞങ്ങൾ ലേഡീസിന് ഏറ്റവും മെയിനായിട്ട് കണ്ട കിച്ചണാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡൈനിങ് ഏരിയ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഓപ്പൺ കിച്ചണാണ് വരുന്നത് കേട്ടോ. ഇതാണ് നമ്മളെ കിച്ചണിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ. ഇവിടെ ആണെങ്കിലും നല്ല സ്ഥല സൗകര്യമുണ്ട്, ഗ്യാസ് സ്റ്റവ് എല്ലാം വെക്കാനുള്ള ഒരു വാതകവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് എല്ലാം ആക്കിയിട്ടുണ്ട്, ഡ്രോ എല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ചിമ്മിനെല്ലാം ഉണ്ട്, അതുപോലെ പൊടികളോ സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ ഉള്ള ഷെൽഫെല്ലാം ആക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഡ്രോ എല്ലാം ആക്കിയിട്ടുണ്ട്, ഷെൽഫെല്ലാം ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഭിത്തിയെല്ലാം ഫുള്ള് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ അതുകൊണ്ട് നമുക്ക് എണ്ണ അല്ലെങ്കിൽ ചെളി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ തുടച്ച് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഇവിടെ ഇനിയിപ്പോൾ നമുക്ക് മിക്സി എല്ലാം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യത്തിനുള്ള എല്ലാം സ്വിച്ച് ബോർഡും സംഭവങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി ഈ ഒരു ഭാഗത്തോട്ടാണെങ്കിൽ ഇനിയിപ്പോൾ കറണ്ട് അടുപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള പ്ലഗും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തും സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പാത്രം കഴുകാനുള്ള സൗകര്യമുണ്ട്. പുറത്തോട്ടൊരു 3 കള്ളി ജനൽ വരുന്നുണ്ട്, പുറത്തോട്ടുള്ള വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഫ്രിഡ്ജെല്ലാം വെക്കാനുള്ള ഒരു സൗകര്യം നമുക്ക് ഈ ഒരു ഭാഗത്താണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഷെൽഫെല്ലാം ആക്കിയിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് പോലെ അത്യാവശ്യം നല്ല സൗകര്യത്തിനാണ് ഇവിടെയും ഷെൽഫെല്ലാം ആക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു അടുക്കളയിൽ നിന്ന് ഈ ഒരു കിച്ചണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് വർക്ക് ഏരിയ ഉള്ളത്. വർക്ക് ഏരിയയിലോട്ട് വരാണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വിറകടുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. ആലുവാടുപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല പാതമൊക്കെ ആണെങ്കിൽ നല്ല സ്ഥല സൗകര്യമെല്ലാം ഉണ്ട് കേട്ടോ. വിറകെല്ലാം വെക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പാത്രമെല്ലാം കഴുകാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ ഫുള്ള് ഗ്രില്ലെല്ലാം ഇട്ട് നല്ല സെറ്റാക്കിയിട്ട് അടച്ചുറപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു വർക്ക് ഏരിയയിലുള്ള ടൈലും അതുപോലെ ഈ ഒരു അടുക്കളയത്തെ ടൈലും ഒരേ കളർ ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളതല്ലേ, രണ്ടും ഒരേ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമാണ്. മൊത്തത്തിൽ വന്ന് കണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഇനി ഇത്രയ്ക്കാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ മൊത്തത്തിലൊരു ഡീറ്റെയിൽ പറഞ്ഞാൽ. പിന്നെ നമുക്ക് അടുത്തത് ഈ ഒരു ഭാഗത്ത് ഡൈനിങ് ഏരിയൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടെ ഒരു വാഷിംഗ് ഏരിയ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നല്ല ഫുള്ള് നല്ല വലിയ മിററും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ സ്റ്റോറേജ് സ്പേസ് എല്ലാം ആക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലൊരു സെറ്റ് ആക്കിയിട്ടുണ്ട്. വീട് നല്ലൊരു മോഡൽ കിഡിലെ സ്റ്റൈലിലാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ എല്ലാ വർക്കും കഴിച്ചിട്ടുള്ളത് കേട്ടോ. വന്ന് കണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അത്രയ്ക്ക് നല്ല സൂപ്പർ വീടാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തുനിന്നുള്ള സൗകര്യങ്ങൾ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞില്ല. ഇനി നമുക്ക് പുറത്തോട്ട് പോയിട്ട് പറമ്പിൽ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉള്ളതെന്ന് പോയിട്ട് കാണാം കേട്ടോ. പോയി നോക്കാം നമുക്ക്.